മാച്ചിന് മുന്നേ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം ആസ്റ്റൺ വില്ല തല്ലി തകർത്തു. ശരിക്കും നിങ്ങൾ ഇന്നത്തെ മാച്ച് നോക്കിയോ, ടെൻഹാഗിൻ്റെ എയിം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ മാച്ചിൽ നമ്മൾ ഗോൾ അടിച്ചില്ലെങ്കിലും അവന്മാരെ കൊണ്ട് ഗോൾ അടുപ്പിക്കരുത്, എങ്ങനെയും ഒരു സമനില പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് എയിം. മാച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ്റെ മുഖത്തെ ആ ഒരു പ്രസന്നതയൊക്കെ നിങ്ങൾ കണ്ടോ, ആ ഒരു ചിരിയൊക്കെ കണ്ടോ. അപ്പുറത്ത് അലക്സ് ഫെർഗ്യൂസനെ നോക്കിയാൽ പുള്ളി ഭ്രാന്തായിട്ട് ഇരിപ്പുണ്ട്. രണ്ടുപേരുടെ റിയാക്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം, രണ്ടുപേരുടെയും എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളത് നോക്കിക്കണം. ഇപ്പം ഇങ്ങനത്തെ മാനേജറിനെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ഡിഫെൻസീവ് സോ കോൾഡ് ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ നിലനിർത്തണം, അല്ലെങ്കിൽ ഈ ഒരു മാനേജറിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരും. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്റ്റൈലെന്ന് പറയുന്ന സാധനം ഇല്ല. സ്റ്റൈൽ ഇവിടെ ഈ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രത്യേകതരം സ്റ്റൈലുണ്ടല്ലോ, ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പുള്ളിയുടെ ആ ഒരു പ്രത്യേകതരം സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കുറേ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ബെഞ്ചിലോട്ട് നോക്കിയോ, ഇന്നത്തെ ബെഞ്ചിലോട്ട് നോക്കിയോ, എല്ലാവരും അവിടെ ഭദ്രമായിട്ടിരിപ്പുണ്ട്. 100-300 മില്യനാണ് അവിടെ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഞ്ചിലിരിക്കുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസ്, ഡിലിറ്റ്, 2 ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്, കസമീറോ, ഉഗാർത്തെ. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ, ഈ ഉഗാർത്തയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മിഡ്ഫീൽഡ് പൊളിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ മിഡ്ഫീൽഡ് നോക്കിയും കോബി മേനു, അല്ലെങ്കിൽ കോബി മേനുവിൻ്റെ കൂട്ടത്തിൽ എറിക്സൺ, കോബി മേനു, എറിക്സൺ, ബ്രൂണോ ഫെർണാണ്ടസ്, അല്ലെങ്കിൽ കോബി മേനുവും എറിക്സണും കൂടുള്ള ആ ഒരു ഡബിൾ പിവറ്റ് എനിക്ക് ലോജിക്കലി എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ലോജിക്കലി എങ്ങനെ വർക്കാകും എന്നുള്ളത് എനിക്ക് ഒരു രീതിയിലും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്നിട്ടും ഈ മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ആൻ്റണി, ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര, അല്ലെങ്കിൽ പുള്ളി അത്രയ്ക്കും വിശ്വസിക്കുന്ന പുള്ളിയുടെ ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന പ്ലെയേഴ്സ് എല്ലാം ഇപ്പോൾ ബെഞ്ചിലാണ്. അവരിലൊന്നുമല്ല പുള്ളിയുടെ വിശ്വാസം. 36-37 വയസ്സുള്ള ജോണി ആവൻസ് ഒക്കെ വന്നിട്ടാണ് ഭയങ്കര ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സിന് വേണ്ടി ടെൻഹാഗിനെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യനൊരു ക്ലൂ ഇല്ല, ഈ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം, എന്താണ് എവിടെ പുള്ളി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പുള്ളിയുടെ മനസ്സിൽ അത് കിടക്കുകയാണ്. ഇതുവരെയായിട്ടും പുള്ളിക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ പുള്ളിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല. മുന്നോട്ടും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലി ഓരോ പ്ലെയേഴ്സിനെ നോക്കിയാലും ഓരോ പ്ലെയേഴ്സും ഓരോ മാച്ച് കഴിയുമ്പോഴത്തേനും പയ്യെ അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അവരിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. സെർക്സിയൊക്കെ ഓരോ മാച്ച് കഴിയുമ്പോഴും വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചിൽ സെർക്സി ഇതിലും ബെറ്റർ ആയിരുന്നു തോന്നിപ്പോയി ഇന്നത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, അപ്പോൾ ആ മനുഷ്യൻ ഇവരെ ഒന്നും കറക്റ്റായിട്ട് അവരുടെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് ഓരോ പ്ലെയറിനെയും അവരുടെ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനോ ഈ മനുഷ്യൻ ഇതവരെ പറ്റിയിട്ടില്ല. പിന്നെ എന്തിന് നമ്മൾ മുന്നോട്ട് ഈ പുള്ളിയെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം? ഇത് ആദ്യത്തെ സീസണൊന്നും അല്ലല്ലോ. പിന്നെ കറക്റ്റ്, ശരിക്കും പറഞ്ഞിട്ടുള്ളൂ, കറക്റ്റ് സമയമാണ് ഈ ഒരു മനുഷ്യനെ സാക്ക് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് ടോപ്പ് 4 ഇനിയിപ്പം ഒരു മിറക്കിൾ, ഒരു പുതിയ മാനേജർ വന്നെങ്കിൽ ഒരു ആകപ്പാടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ചേഞ്ചൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മിറക്കിൾ സംഭവിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ടോപ്പ് 4 എത്തണേലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വേണ്ട. ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് ഇനിയിപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ബ്രെൻഫോർഡുമായിട്ട് പോയി പൊട്ടിയിട്ട് അന്നേരം സാക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സാക്ക് ചെയ്യുക. ഇപ്പം വേറെ ആരും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു റൂഡ് വാൻ നിസ്റ്റൽറോയെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ആ മനുഷ്യൻ എനിക്ക് പുള്ളിക്കും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ രീതിയിൽ പുള്ളി മുന്നോട്ട് വന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ആ പ്ലേയേഴ്സിനെ നോക്കി കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനുള്ള ആ ഒരു പവർ പുള്ളി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കുറേ കൂടെ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. ഇന്നും ടെൻഹാഗ് ആ ഒരു മാച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സീസണിൽ ഇതുവരെ 4 ക്ലീൻ ഷീറ്റ് നേടിയിട്ടുണ്ട്, നമുക്ക് ഡിഫെൻസീവ്ലി ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമാണ്, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് പുള്ളി ആ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സിന് വേണ്ടി ഇന്ന് ശ്രമിച്ചത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു പോയിൻറ്റ്സ് ടേബിളിലോട്ടും കൂടെ നോക്കണം. 14ാമത്തെ സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നാണവും മാനവും ഒന്നും ഇല്ലാതെ 14ാം സ്ഥാനത്ത് 8 പോയിൻറ്റുമായിട്ട് നമ്മൾ നിൽക്കുക. -3 GD. ഈ സീസണിൽ നമ്മൾ 7 മാച്ചസിൽ 5 ഗോളാണ് ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. ഇത്രയും ഒരു മാനേജറിന് വേണ്ടി ഇത്രയും താന്നു കൊടുക്കേണ്ട കാര്യമില്ല. ശരിയാണ്, 17 മില്യന് മുകളിൽ നമ്മൾ ഇപ്പം പുള്ളിയെ സാക്ക് ചെയ്താൽ കൊടുക്കേണ്ടി വരും. കൊടുക്കുക, ഒഴിവാക്കുക, അല്ലെങ്കിൽ പയ്യെ ഈ ആരാധകർ തന്നെ മാച്ചസ് കാണലും നിർത്തും ഈ പരിപാടിയാണെങ്കിൽ. ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ നോക്കിയോ, ആ ഒരു ഹയറാർക്കി ഫുള്ള് നിരന്ന് 5-6 പേര് ഇരിപ്പുണ്ടായിരുന്നു. ജിം റാഡ്ക്ലിഫ്, ഒമർ ബറാഡ, ഡാൻ ആഷ്വർത്ത്, ബ്രെയിൽസ്ഫോർഡ്, വിൽകോക്സ്. അപ്പം അങ്ങനെ ആൾക്കാർ, ആ ഒരു ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും നിരന്ന്
ഇരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ച് കഴിയുമ്പോൾ ഏതായാലും ആ ഒരു ക്രൂഷ്യൽ മീറ്റിങ്ങും കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ടൊരു പ്രൊആക്റ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇനിയും കടിച്ചു തൂങ്ങി ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടുക.